2024 ഫാം വർക്ക് മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ആൻസർ മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻവാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആൻസർ ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്നത് ബംഗാള്. ദേശീയ സമരകാലത്ത് പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ആമുഖം ജവഹർലാൽ നെഹ്റു, മൗലികാവകാശങ്ങൾ ഭരണഘടന ഭാഗം 3, നിർദ്ദേശക തത്വങ്ങൾ ഗാന്ധിജി, മഹാത്മാഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ആൻസർ സി ആണ്. ആൻസർ 1, 2, 4 എന്നിവയാണ് സവിശേഷതകൾ. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് പാർലമെൻറ്റ് ആണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഇത് ഇത്രയും ആൻസർ എന്താണ്? പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ചുമതലകളാണ് ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകൾ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ആൻസർ 1, 2. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മൗലിക അവകാശമാണ്. ഏതൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണ്? ആൻസർ പ്ലേറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്. ഇവിടെ അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാക്കൂ എന്ന് വിശ്വസിച്ചു. ആൻസർ ഏതാണ്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. ആരാണ് ഇത് പറഞ്ഞത്? ചട്ടമ്പി സ്വാമി. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനം സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റ് കണ്ടെത്താൻ ഇവിടെ അയ്യങ്കാളി കലമാല സമരം, ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ, വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു, സ്വദേശാഭിമാനി പത്രം, രാമകൃഷ്ണപിള്ള. ഇവിടെ തെറ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ ഡി ആണ് തെറ്റായിട്ടുള്ളത്. സ്വദേശാഭിമാനി പത്രം രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാന പത്രം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഡി ആണ് തെറ്റ്. അപ്പോൾ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി. അടുത്ത ക്വസ്റ്റ്യന്, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ലണ്ടൻ മിഷൻ സൊസൈറ്റി കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ആൻസർ എന്ന് പറയുന്നത് തിരുവിതാംകൂർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1924 നവംബർ 1 എന്നാണ്
സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1. 1924 നവംബർ 1. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ആൻസർ എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തെയാണ്? ആൻസർ 18. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആൻസർ എന്തെന്ന് പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? സി ആണ് ആൻസർ. 3 മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറ് ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ചൈനയുമായി ഒപ്പുവെച്ച കരാറ് ഇരു രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ആൻസർ എന്ന് പറയുന്നത് എ ആണ് ആൻസർ. 1, 2, 3, 4 എന്നിവയാണ് ശരി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ഇവ ഫസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്ന്, രണ്ടാമത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ISRO നിലവിൽ വന്നു. അത് കഴിഞ്ഞ് ആര്യഭട്ട, പിന്നെ ചന്ദ്രയാൻ ദൗത്യം. ഇനി അടുത്തത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും ഇവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളും താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഡി ആണ്. ബൊക്കാറോ ഫ്രാൻസ് ആണ് തെറ്റ്. അപ്പം ഭിലായ് സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പം ഭിലായ് സോവിയറ്റ് യൂണിയൻ ആണ്, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതി ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. 1, 3, 4. 1951-56 ആണ് പദ്ധതിയുടെ കാലയളവ്. 3 എന്ന് വെച്ചാൽ കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ എന്തൊക്കെയാണ്? 1951-56 പദ്ധതിയുടെ കാലയളവ്, കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ പറഞ്ഞത് ആരാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്ന ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 4. അതായത് കിഴക്കൻ മലനിരയിൽ ഉൾപ്പെടുന്നത് പത്കായ്, മിസോ കുന്നുകൾ, ഖാരോ ഖാസി കുന്നുകളാണ്. പത്കായ്, മിസോ കുന്നുകൾ, ഖാരോ ഖാസി കുന്നുകൾ. ഇന്ത്യ പടിഞ്ഞാറൻ തീരസമുദ്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് സി ആണ് ശരിയല്ലാത്തത്. 2, 4 ആണ് ശരിയല്ലാത്തത്. അപ്പോൾ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറ് തീരസമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. 2, 3. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏത് എന്നാണ്? കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 3, 4 ആണ്. അതായത്
പാരാദ്വീപും ഹാൽഡിയയും. പാരാദ്വീപും ഹാൽഡിയയുമാണ് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. പാരാദ്വീപ് ഹാൽഡിയ. ഏതു നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? തുംഗഭദ്ര ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കേരളത്തിൽ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ചീയപ്പാറ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത്. അപ്പോൾ വാഴച്ചാൽ തൃശ്ശൂർ, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോടാണ്. അപ്പം വാഴച്ചാൽ എവിടെയാണ്? തൃശ്ശൂർ, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാം ശരിയാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയാണ് കക്കി, കല്ലാറ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. എവിടെ പതിക്കുന്ന? അറബിക്കടലിൽ ഏത് ജില്ലയിൽ കൂടെ ഒഴുകുന്നു? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. വേമ്പനാട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയാണ് കക്കി, കല്ലാറ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ആൻസർ 1, 2, 4 ആണ് ആൻസർ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ജലവൈദ്യുതി പദ്ധതികളെ പറ്റി തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ബി ആണ്. ആൻസർ 2, 4 ആണ്. 2ഉം 4ഉം ആണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. അപ്പോൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യമാണ് കാനഡ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? മലനാടുകളുടെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് 1 മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോൾ ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ് മലനാട്. മലനാടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റിക്കിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 4 ആണ് ആൻസർ. അതായത് KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. ആരൊക്കെയാണ്? KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ് ആണ്. മലയാളി ലോങ് ജമ്പ് താരമാണ് അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്ത പ്രസ്താവനകൾ 2, 3 ആണ് യോജിക്കാത്തത്. അപ്പം മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. അപ്പോൾ മത്സ്യഫെഡ് 1984 മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. താഴെ പറയുന്ന കടൽത്തീരമില്ലാത്ത ജില്ല ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പത്തനംതിട്ട. താഴെ പറയുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത 3 ആണ്. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടുന്ന ആദ്യ താരം ആരാണ്? വിരാട് കോഹ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഏതെല്ലാമാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ
ചുമതലകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഇവയെല്ലാം ശരിയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, വോട്ടിംഗ്, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. എന്താണ് ചോദിച്ചത്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, വോട്ടിംഗ്, വോട്ടെണ്ണം, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുക. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ആൻസർ സർദാർ പട്ടേലും വി പി മേനോനും. സർദാർ പട്ടേലും വി പി മേനോനുമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ബന്ധപ്പെട്ട് ലയനക്കരാർ തയ്യാറാക്കിയത്. താഴെ തന്നിരിക്കുന്ന ഈ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ഏതാണ്? ആൻസർ നെല്ല് ആണ്. ഖാരിഫ് വിള ഏതാണ്? നെല്ല് ആണ്. ഖാരിഫ് വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, ചോളം, ജോവ, ബജ്ര, സോയാബീൻ, പരുത്തി, തിനവിളകൾ ഇവയെല്ലാം എന്താണ്? ഖാരിഫ് വിളകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഏത്? ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഏത്? ആ ക്വസ്റ്റ്യൻ ക്യാൻസർഡ് ക്വസ്റ്റ്യൻ ആണ്. ISRO സ്ഥാപിതമായ വർഷം. ISRO സ്ഥാപിതമായ വർഷം 1969. യുനെസ്കോ സാഹിത്യനഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 107. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ആദിത്യ L1. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ചെവിയാണ്. ഏറ്റവും വലിയ അസ്ഥി ചെവി. താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് ബി.